രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് ജഗതി പറഞ്ഞതുപോലെ നേരം വെളുത്തത് മുതൽ ചാനലുകൾ അതിഗംഭീരമായ ചർച്ചയിലും ആഘോഷത്തിലുമാണ്. രാഹുൽ മാങ്കൂട്ടം 18 വയസ്സ് തികയാത്ത ഒരു പയ്യനാണോ? രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം സഹകരിച്ച പെൺകുട്ടി 18 വയസ്സ് തികയാത്ത പെൺകുട്ടിയാണോ? രണ്ട് പ്രായപൂർത്തിയായ മനുഷ്യരാണവർ. അവർ തമ്മിൽ സെക്സ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? കോടതി വിലക്കിയിട്ടുണ്ടോ? പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തമ്മിൽ അവർക്ക് ഇഷ്ടമാണെങ്കിൽ സെക്സ് ചെയ്യാമെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണ് പ്രശ്നം? രാഹുൽ മാങ്കൂട്ടത്തിൽ ചാറ്റ് ചെയ്തപ്പോൾ ഈ പെൺകുട്ടി ഗർഭിണിയാണെന്ന് പറയുന്നു. ഗർഭിണിയാണെങ്കിൽ നിന്നെ ഞാൻ ഏറ്റെടുക്കാമെന്നും പറയുന്നു. ഇതിൽ കൂടുതൽ രാഹുൽ മാങ്കൂട്ടം എന്താണ് പറയേണ്ടത്? ഓരോരുത്തരും ഇങ്ങനെ വരികയാണ്. എന്നെ അങ്ങനെ പറഞ്ഞു, 5 വർഷത്തിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു, 10 വർഷത്തിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. ചാറ്റിൽ എന്താണ് പറയുന്നത്? അവർ തമ്മിൽ രണ്ട് സുഹൃത്തുക്കളെ പോലെ കുറെ കാര്യങ്ങൾ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നു. അതിൽ കൂടുതൽ എന്താണ് ആ ചാറ്റിനകത്തുള്ളത്? ഒരുപക്ഷെ ഉണ്ടെങ്കിൽ തന്നെയും അവർ രണ്ട് പ്രായപൂർത്തിയായ മനുഷ്യരല്ലേ? നമ്മുടെ നീതിപീഠങ്ങൾ അത് അനുവദിക്കുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പൊ ഇവിടെ എന്താണ് പ്രശ്നം? ഈ അടുത്ത കാലത്ത് എത്ര പുരുഷന്മാരെയാണ് കേരളത്തിൽ കൊടുക്കാൻ നോക്കിയത്? ഒരു പെൺകുട്ടി പരാതി പറഞ്ഞ ഉടനെ തന്നെ കുറെ പെൺകുട്ടികൾ വരെയാണ് ഇവൻ പണ്ട് അങ്ങനെ എന്നെ ഒന്ന് തോണ്ടി, എന്നെ ഒന്ന് മാന്തി, എന്തൊക്കെയാണ് പറയുന്നത്? അദ്ദേഹം ഒരു ചെറുപ്പക്കാരനല്ലേ? തന്റെ പ്രായമുള്ളവരോടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പ്രേമാഭ്യർത്ഥനകൾ നടത്തിയിട്ടുണ്ടാവും. ഇതിലൊക്കെ എന്താണ് ഇത്ര വലിയ അതിശയമായിട്ട് കൊണ്ടുവരാനിരിക്കുന്നത്? അദ്ദേഹം ആരെങ്കിലും ബലാത്കാരമായിട്ട് കയറി പിടിച്ചോ? അല്ലെങ്കിൽ ഏതെങ്കിലും പ്രായപൂർത്തിയാവാത്ത ഏതെങ്കിലും പെൺകുട്ടികളെ അദ്ദേഹം പീഡിപ്പിക്കുകയോ ബലാത്സംഗം ചെയ്യുകയോ? നമുക്കതിനെ പറയാം. ഇത് രണ്ടുപേര് തമ്മിലുള്ള ഒരു ബന്ധമല്ലേ?